റെയിൽവേയുടെ ഒരു സുപ്രധാന സാങ്കേതിക തസ്തികയായ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ 11,127 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ലോക്കോ പൈലറ്റിനെ ട്രെയിൻ പ്രവർത്തിപ്പിക്കുന്നതിൽ സഹായിക്കുക, യാത്രയിലുടനീളം സുരക്ഷ ഉറപ്പാക്കുകയും സുഗമമായ ട്രെയിൻ പ്രവർത്തന പിന്തുണ നൽകുകയും ചെയ്യുന്ന ജോലി. തുടർന്നുള്ള പ്രമോഷൻ സാധ്യതകളും ഏറെ കാത്തിരിക്കുന്നു. കേരളത്തിലും ഒഴിവുകളുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനമനുസരിച്ച് ജൂൺ 14 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. അപേക്ഷാ യോഗ്യത: SSLC തത്തുല്യം പാസായി NCVT, SCVT അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഹീറ്റ് എഞ്ചിൻ, മെഷീനിസ്റ്റ്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്, മിൽറൈറ്റ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക്, ടേണർ, വയർമാൻ തുടങ്ങിയവയിൽ ഒരു ട്രേഡാണ് വേണ്ടത്. അല്ലെങ്കിൽ SSLC പാസായി മുകളിൽ പറഞ്ഞ ഒരു ട്രേഡിൽ അപ്രന്റീസ് പൂർത്തിയാക്കിയാലും മതി. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എന്നിവയിലൊന്നിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിരുദമുള്ളവർക്കും അർഹതയുണ്ട്. പ്രായം: അപേക്ഷകരുടെ പ്രായം 1/7/2026 തീയതി കണക്കാക്കി 18നും 30 വയസ്സിനുമിടയിലായിരിക്കണം. പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3, 5 വയസ്സ് ഇളവുണ്ട്. റെയിൽവേയിൽ ഗ്രൂപ്പ് C-D തസ്തികയിൽ 3 വർഷത്തെ ഇടവേളകളിലായോ തുടർച്ചയായോ സേവനം ചെയ്തിട്ടുള്ള കാഷ്വൽ ജോലിക്കാർ, പകരക്കാർ എന്നിവരിൽ ജനറൽ, പിന്നാക്കം, പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം 40, 43, 45 വയസ്സുവരെ അപേക്ഷിക്കാം. റെയിൽവേ സഹകരണ സംഘം, ക്യാൻറ്റീൻ, അർദ്ധഭരണ ഓഫീസുകൾ തുടങ്ങിയവയിൽ ജോലി ചെയ്യുന്നവർക്ക് സേവനകാലത്തിന്റെ പരമാവധി 5 വർഷത്തെ ഇളവ് നൽകും. വിധവകൾ, വിവാഹമോചനം നേടിയവർ, നിയമപ്രകാരം വിവാഹബന്ധം വേർപെടുത്തി പുനർവിവാഹിതരാകാത്ത വനിതകൾ എന്നിവരിൽ ജനറൽ, പിന്നാക്കം, പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം 35, 38, 40 വയസ്സുവരെ അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: 1ഉം 2ഉം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, തുടർന്നുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. 1ാം ഘട്ട പരീക്ഷ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റാണ്. 1 മണിക്കൂർ, 75 ചോദ്യങ്ങൾ, 75 മാർക്ക്. മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ് എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. തെറ്റുത്തരത്തിന് 1/3 മാർക്ക് നെഗറ്റീവാകും. ഈ പരീക്ഷ എഴുതിയവരിൽ യോഗ്യത നേടിയവരിൽ നിന്നും അതത് RRBയുടെ കീഴിലുള്ള ഒഴിവുകളുടെ 15 ഇരട്ടി എണ്ണം അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 2ാം ഘട്ട പരീക്ഷയ്ക്ക് വിളിക്കും. 2ാം ഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് 150 മിനിറ്റ്, 175 ചോദ്യങ്ങൾ. ചോദ്യപേപ്പറിന് 2 ഭാഗങ്ങളുണ്ടാകും. പാർട്ട് A 100 മാർക്ക്, 90 മിനിറ്റ്. മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. പാർട്ട് Bയിൽ 75 ചോദ്യങ്ങൾ അതത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ നിന്നും ഉണ്ടാകും. സമയം 1 മണിക്കൂർ. ഇതിൽ പാർട്ട് Aയിലെ മാർക്ക് മാത്രം തിരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ട യോഗ്യതയ്ക്ക് പരിഗണിക്കും. എന്നാൽ പാർട്ട് Bയിൽ ചുരുങ്ങിയത് 35% മാർക്ക് ലഭിക്കുകയും വേണം. ഈ പരീക്ഷ എഴുതിയവരിൽ നിന്നും ഒഴിവുകളുടെ എണ്ണത്തിന്റെ 8 ഇരട്ടി എണ്ണം ഉദ്യോഗാർത്ഥികളെ 3ാം ഘട്ടമായ കമ്പ്യൂട്ടർ അധിഷ്ഠിത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിളിക്കും. ഇതിന്റെ ഘടന സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ നിന്നും ലഭിക്കും. ഇതിൽ യോഗ്യത നേടി സർട്ടിഫിക്കറ്റ് പരിശോധനയും മെഡിക്കൽ ടെസ്റ്റിനും ശേഷം നിയമനത്തിലേക്ക് പ്രവേശിക്കും. ഓരോ ഘട്ടത്തിലെയും പരീക്ഷാ തീയതി, കേന്ദ്രം തുടങ്ങിയവ വെബ്സൈറ്റിലൂടെയും SMS, ഇമെയിൽ വഴിയും അറിയിക്കും. ശമ്പളം: 19,900, 63,200 ശമ്പള നിരക്കിലാണ് പ്രഥമ നിയമനം നടക്കുക. DA, വീട്ടുവാടക അലവൻസ്, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങി കേന്ദ്ര നിരക്കിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. കൂടാതെ റണ്ണിംഗ് അലവൻസും ലഭിക്കും. തുടക്കത്തിൽ 40,000 രൂപയെങ്കിലും മാസശമ്പളമായി കയ്യിൽ കിട്ടും. തുടർന്ന് പ്രമോഷനും നല്ല സാധ്യതകളുണ്ട്. മറ്റ് വിവരങ്ങൾ: കേരളത്തിൽ തിരുവനന്തപുരം RRBയുടെ പരിധിയിൽ 64 ഒഴിവുകളും ബംഗളൂരു RRBയിൽ 200 ഒഴിവുകളുമുണ്ട്. അപേക്ഷാ ഫീസ് ജൂൺ 16 വരെ ഓൺലൈനായി അടയ്ക്കാം. അപേക്ഷയിൽ ജൂൺ 17നും 26നും ഇടയിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അപേക്ഷാ ഫീസ് 500 രൂപ. വനിതകൾ,
സാമ്പത്തിക പിന്നാക്കം, പട്ടിക വിഭാഗം, വിമുക്ത ഭടന്മാർ 250 രൂപ. അപേക്ഷകർ 1-ാം ഘട്ട പരീക്ഷ എഴുതിയാൽ ഫീസിന്റെ നല്ലൊരു ഭാഗം റീഫണ്ട് ചെയ്യുന്നതാണ്. അപേക്ഷിക്കുന്നതിന് www.rrbapply.gov.in, വിവരങ്ങൾക്ക് www.rrb.gov.in, ഹെൽപ്പ് ലൈൻ ഇമെയിൽ rrb.help@csc.gov.in, ഫോൺ 017256533333 9592001188. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ.